നമുക്കൊരു 160 രൂപയുടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ച്. അപ്പോൾ പിക്കപ്പ് 500 മീറ്റർ അപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആളെ കാണാനില്ല. അവര് വിളിക്കുന്നുണ്ട്. ഹലോ, അപ്പം നമ്മൾ ഇന്ന് വർക്കിന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 9:16 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഊബർ റാപ്പിഡോ എല്ലാം ഓണാക്കി നോക്കാം. നെറ്റ്വർക്ക് ഓക്കെ, ഊബർ ഓൺ ആയിട്ടുണ്ട്. ഇനി റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോയും ഓണായിട്ടുണ്ട്. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓണായാലും മാപ്പ് വരും. അപ്പോൾ റെഡി, ഓണായി. ഏതായാലും ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഏത് ട്രിപ്പാന്ന് അറിയില്ല. നമ്മൾ സാധാരണ ആ ഭാഗത്തേക്കാണ്, ബേക്കോട്ടാണ് പോവാറ്. ഇന്നിപ്പോൾ അവിടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്, അവിടെ കുറച്ച് അടിയിൽ. അപ്പോൾ ഞാൻ വണ്ടി നേരത്തെ അങ്ങോട്ട് കയറ്റിട്ടു. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ റോട്ടിൽ സൈഡുള്ളൂ, ഇപ്പുറത്ത് കനാലാണ്. അപ്പോൾ ഇതിലൂടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ഇനി ഏതായാലും ഫ്രണ്ടിലേക്ക് പോവാം. നമ്മൾ മെയിൻ റോഡിലെത്തി. പൂക്കാട്ടുപടി റോഡാണിത്. സാധാരണ നമ്മൾ രാവിലെ 6 മണി സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ റൈറ്റിലേക്കാണ് പോകാറ്. പൂക്കാട്ടുപടി ഭാഗത്ത് പോയിട്ട് മുണ്ടമ്പാലം ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാറാ. പിന്നെ ഇന്നലെ പിന്നാന്നൊക്കെ പോയത് ലെഫ്റ്റേക്കാണ്, NGO കോട്ടേഴ്സ് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ചായ അടിച്ചിട്ടില്ലെന്ന്. ഇവിടെ പോയാൽ ഇപ്പം ഈ നേരമായതുകൊണ്ട് ചായ അടിക്കുന്ന സ്പോട്ടിലൊക്കെ വേറെ വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ടോ എന്നും അറിയില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, കങ്ങരപ്പടിയാണ് സ്ഥലത്ത്. അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ പോകണമെന്നൊരു ഐഡിയയും ഇല്ല. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ട് റാപ്പിഡോയിൽ. സുഹാസ്, തൃക്കാക്കര, എടപ്പള്ളി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് എടപ്പള്ളിക്കാണുള്ളത്. അല്ല, പിക്കപ്പിന്റെ സ്ഥലം കാണിക്കണം. രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ ഊബറിൽ ടീ ബ്രേക്ക് ഇടേണ്ട ആവശ്യം വന്നു. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഏതായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. അടുത്ത് തന്നെയുണ്ട്. അവിടെ ഒരു നോയിൽ പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് എന്നാണിത്. ഇങ്ങനെ എന്താന്നോ, ഒരു രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മറ്റേത് നമുക്ക് എവിടേക്ക് പോകണം എന്നൊരു കൺഫ്യൂഷനായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമായല്ലോ. ഇനിയിപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യണം. അവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കിയിട്ട് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ 2 ഫ്ലാറ്റ് ഉണ്ട്. ഒന്ന് മൊത്തത്തിൽ പറയും നോയിലാണ്. നോയിൽ എക്കോട്ടാറ്റും ഉണ്ട്, വേറെ സംഭവം കൂടി ഉണ്ട്. ഞാൻ കാണിത്തരാം. ഇവിടെ കണ്ടൊരു വാഗനർ നിർത്തിയിട്ടിരിക്കണു. ഇവിടുന്ന് അടുത്തുള്ള ട്രിപ്പ് അടിച്ചാലെടുത്ത് പോകാന്ന് എഴുതിയിട്ടായിരിക്കും. എനിക്ക് തോന്നണതേ അവൻ ചിലപ്പോൾ ഊബർ മാത്രമേ ഓടുന്നുണ്ടാവുക, അതായിരിക്കും. ഇതുണ്ടോ എക്കോട്ടാറ്റ് നേരെ, എക്കോഡ് റൈറ്റ്. ഇത് എക്കോഡ്, അത് എക്കോട്ടാറ്റ്. ഇവിടെ 2 ഫ്ലാറ്റാണ് ഉള്ളത്. എന്നാലും മറ്റേ ഊബർ ആയിരുന്നുണ്ടോ അവിടെ സേഫായിട്ട് നല്ല പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നണത് റാപ്പിഡോയിൽ ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും. നമ്മളത്ര ഫാസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ റാപ്പിഡോ ഓടുന്നുണ്ടാവില്ലായിരിക്കും. സെക്യൂരിറ്റി ചേട്ടൻ ഗേറ്റ്. ആള് വേറെന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പിക്കപ്പ് പോയിന്റ് അറിയണത്. ഇവിടെ വന്ന് നിൽക്കും നമ്മള്. എന്നിട്ട് അരേവിടെ എന്നുള്ള മെസ്സേജ് അയക്കാം. ആളെന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാ കമ്മിങ്. ഓക്കെ, അരേവിടെ നില. ഓക്കെ, അരേവിടെ. അപ്പൊ ശരി, ഇനി ആള് വരട്ടെ. ഇതിൽ കൂടി ആള് വരും, പിക്ക് ചെയ്യുക, കൊണ്ടേ വിടുക. എവിടുക്കാൻ നോക്കിയില്ല. 200 രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അമൃത ഹോസ്പിറ്റലിലെത്തി. കസ്റ്റമർ അവിടെ ബാക്കിൽ ഇറങ്ങി. അപ്പോൾ ഇതിന് 212 രൂപയാണ് നമുക്ക് കിട്ടിയത്. 8.44 കിലോമീറ്റർ ആണ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. 84, 1 കിലോമീറ്റർ തികച്ചില്ല പിക്കപ്പിന്. 0.84 കിലോമീറ്ററാണ്. 212 രൂപ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഊബറിലാണ് അടിച്ചത്. ഊബറിൽ 0 ആയി കിടക്കാണ്. ഊബർ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കണ്ട വണ്ടി വാഗനർ വണ്ടി അവിടെ സ്ഥിരം കാണുന്ന വണ്ടിയാണ്. ഒരു ഡിസയറും കാണാറുണ്ട് അവിടെ രാവിലെ. മേലെയാണ് കാണാറ് മെയിൻ റോഡില്. എനിക്ക് തോന്നുന്നു ഇന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നേരെ അങ്ങോട്ട് ഇറക്കിയിട്ടതായിരിക്കും. കാരണം എനിക്ക് വണ്ടിന്റെ നമ്പർ അറിയില്ല. ആ വീൽ കപ്പ് നമ്മളെ സെയിം വീൽ കപ്പാണ് വണ്ടിന്റെ. ആ വീൽ കപ്പുള്ള വണ്ടി അവിടെ മേലെ കാണാറുണ്ട് രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ. ഒരു ഡിസയറും കാണാറുണ്ട്. അതിന് പിന്നെ അടയാളമൊന്നുമില്ല. ഇത് പിന്നെ നമ്മളതേ സെയിം വീൽ കപ്പായതുകൊണ്ട് നമുക്ക് അറിയാം. ഏതായാലും അടിയിക്ക് ഇറക്കിയിട്ടിരിക്കണം. എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. ട്രിപ്പ് അടിച്ചത്
എടുക്കാൻ പറ്റാത്തതാണോ അതോ മറ്റേ റാപ്പിഡോ പരിപാടി ഇല്ലേ? ഏതായാലും ഇവിടെ അമൃതിന്ന് ട്രിപ്പ് അടിക്കലുണ്ട്. ഇപ്പൊ ട്രിപ്പൊന്നും ഇല്ല, രാവിലെ ആയതുകൊണ്ടേ ഡിസ്ചാർജ് ഒക്കെ വേണ്ട, എന്നാലേ നമുക്ക് ട്രിപ്പ് അടിക്കുള്ളൂ. ഡിസ്ചാർജിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് റയറായിട്ട് കിട്ടിയാൽ കിട്ടി, നമുക്ക് വേ ഔട്ട് ചെയ്യാം. വേ ഔട്ട് ഇവിടെ KSRTC സ്റ്റാൻഡാണ്. ഇനി നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ടേ കുന്നുംപുറം ജംഗ്ഷന്റെ അങ്ങോട്ട് പോവാം. അവിടെ പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, ഇക്കാൻ്റെ ഒരു ചെറിയ ഹോട്ടൽ. നല്ല അടിപൊളി ഫുഡാണ്, റേറ്റും കുറവുണ്ട്. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാം നമുക്ക്. അവിടെ ഓഫ്ലൈൻ ആക്കിയിട്ട് ചായ കുടിക്കാം. കുന്നുംപുറം ജംഗ്ഷനാണ്, നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഹോട്ടൽ വരുന്നത് ഇവിടെയാണ്. ഹോട്ടൽ ഇവിടെ ഒരു ഫുഡ് കോർട്ട് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഹോട്ടൽ. ദെൻ ഓട്ടോക്കാരൻ ചായ കുടിക്കുന്നു. ഫുഡ് കോർട്ട്, അവിടെ നല്ല കടികളുണ്ട്, എണ്ണക്കടികളും ഉണ്ട്, മറ്റേ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ടീ ബ്രേക്കിലിടാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വർക്കിന് ഇറങ്ങുന്നുള്ളൂ. റാപ്പിഡോയും ഒക്കെ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. സമയം 10:03 ആയിട്ടുണ്ട്. 10:03. ഊബർ എല്ലാം ഓണാക്കിയിട്ടുണ്ട്, റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ഫസ്റ്റ് ഏതിൽ ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം. ഒരു വട്ടം നോക്കി റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച് കുന്നുംപുറം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ചായ കുടിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു 1 മണി വരെ ഓട്ടം അടിക്കട്ടെ കേട്ടോ. ഇന്ന് തൊഴിലാളി ദിനാണ്. ഇന്ന് ഓട്ടം എന്താ അവസ്ഥ എന്നറിയില്ല, ചിലപ്പോൾ കുറയും. ഓഫീസുകളും ചിലപ്പോൾ ഉണ്ടാവൂല, കുറച്ച് കുറവായിരിക്കും. ചില ഇൻഫോ പാർക്കുകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ചില്ല. അപ്പോൾ തൊഴിലാളി ദിനം ചിലപ്പോൾ നമുക്ക് ബാധിക്കും. ഇപ്പം നമ്മളെ CNG ഇവിടെ 3 കട്ട പോയിട്ടുണ്ട്. 39 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത് CNGയിൽ. അതാ ഇന്ന് നമ്മൾ ഇത് 0 ആക്കാൻ മറന്നു, ബിയിൽ 0 ആക്കാൻ മറന്നു. 210 കിടക്കുന്നത്. ഇന്നലെ 200 അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. 8 കിലോമീറ്റർ ഇതിന്റെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 2 കിലോമീറ്റർ ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ കുന്നുംപുറം പോകുന്നതുണ്ടാവും. അപ്പോൾ 10 കിലോമീറ്ററാണ് ഇപ്പം ഇന്നായത്. കറക്റ്റ് 200 കിലോമീറ്റർ ആയിരിക്കും ഇന്നലെ ഓടിയത്. നമ്മൾ 2,900 രൂപക്കാണ് ഇന്നലെ ഓടിയത്. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ലുലു മാളിലേക്ക്. 2.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്, 4 കിലോമീറ്റർ ഡ്രോപ്പ്, 120 രൂപ. ആദ്യം ഒരു മാച്ച് ട്രിപ്പ് വന്നു, മറ്റേ അത് 110 രൂപ. അത് എത്ര ഉള്ളൂ, 200 മീറ്ററിൽ പിക്കപ്പും, അത് ലുലു മാൾക്കായിരുന്നു. ഇത് 2 കിലോമീറ്റർ കൂടി 30 റുപ്യ എന്തോ കൂടിയിട്ടുള്ളൂ റേറ്റ്. കുഴപ്പമില്ല. അർഷ എന്നാണ് പേര്, അർഷ. ഏതായാലും ആളെ പിക്ക് ചെയ്തൊരു ട്രിപ്പ് ഇല്ലാണ്ട് വെക്കല്ലേ. അങ്ങനെ ഊബറിലെ ഫസ്റ്റത്തെ ട്രിപ്പ് പോയി, റാപ്പിഡോയിലെ ട്രിപ്പ് പോയി. ഇനി അങ്ങോട്ട് ട്രിപ്പ്. തൊഴിലാളി ദിനം ചിന്താബ. അങ്ങനെ നമ്മളെ ലുലുവിന്റെ ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് 127 രൂപയുടെ ട്രിപ്പായിരുന്നത്. 127 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളെ പിക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു 700 മീറ്റർ ഒക്കെ മുമ്പായപ്പോൾ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ച് 12 കിലോമീറ്ററിന്റെ 289 രൂപ മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. അത് മിസ്സായി. ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇപ്പൊ രണ്ടിലും ഓരോരോ ട്രിപ്പ് ആയിട്ടുണ്ട്, ഊബറിലും റാപ്പിഡോയിലും. രണ്ടും ചെറിയ ട്രിപ്പാണ്, 300 രൂപ ആയിട്ടുള്ളൂ. മറ്റേതിൽ 200ഉം ഇതിൽ 327 രൂപ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എടപ്പള്ളി അപ്പുറ സൈഡ് ചെന്ന് നോക്കാം. അത് ലുലുവിന്റെ കൊടുങ്ങല്ലൂർ പോണ റോഡിന്റെ സൈഡിലുള്ള എൻട്രൻസ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആലുവ റോട്ടുമ്പത്തെ എൻട്രൻസിലേക്ക് എത്തും. നമുക്ക് വെറുതെ അവിടെ ഒന്ന് കയറിയിട്ട് ഇറങ്ങി നോക്കാം, ചിലപ്പോൾ ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യം. നമ്മളിപ്പോൾ ഇവിടെ ആലുവ എത്തിയിട്ടുണ്ട്. ആലുവ അതിന് ശേഷം നമുക്ക് 240 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചു കൂനമ്മാവ് ആ ഭാഗത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 120 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ച് ഇത് ക്ലോസ് ചെയ്ത ഉടനെ 251 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചു ആലുവക്ക്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ആലുവയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് എടുക്കണം. ഇന്ന് ട്രിപ്പ് വളരെ ഷോക്കാണ്. ഈ ലാസ്റ്റ് ട്രിപ്പ് 251 രൂപയുടെ ട്രിപ്പ് കസ്റ്റമർ എടുത്തേക്ക് റാപ്പിഡോയിലുണ്ട് 290 രൂപയുടെ ഒരു ട്രിപ്പ് അടിക്കണം, 12 കിലോമീറ്റർ. നല്ല ലാഭമുള്ളൊരു ട്രിപ്പായിരുന്നു. പക്ഷേങ്കിൽ ഈ ട്രിപ്പിൽ കസ്റ്റമർ കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടിയിൽ. അപ്പോൾ ഏതായാലും ഇനി
അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അപ്പൊ നമ്മള് 4:23 ആയപ്പോ നമ്മള് നോർത്ത് പറവൂർ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 ട്രിപ്പാണ് അടിച്ചത്. ആദ്യം നമുക്കൊരു ലോക്കൽ ട്രിപ്പ് അടിച്ചു 228 രൂപയുടെ 10 കിലോമീറ്റർ. പിന്നെ ഇപ്പം അടിച്ചത് നോർത്ത് പറവൂർക്ക് അടിച്ചതാണ് ഈ 418 രൂപയുടെ ട്രിപ്പ്. ടോൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 60 ടോൾ നേടിയിട്ടുണ്ട്. 642 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തു. 418 നമുക്ക് കിട്ടി. 29 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നഷ്ടമായി. കിലോമീറ്ററിന് 14 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു നശിച്ച ഒരു ട്രിപ്പ് അടിക്കാത്തൊരു സ്ഥലം കൂടിയാണ് ഈ പറവൂർ, നോർത്ത് പറവൂർ. ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം. അവർക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എറണാകുളത്തേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നമ്പർ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോഴേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഓൺലൈൻ ടാക്സി ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് ബുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ വിളിച്ചാൽ മതി. അന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വണ്ടി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട് ആൾക്ക്, നോർത്ത് പറവൂർ. ഒരാഴ്ച കഴിഞ്ഞാൽ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ ഒരാൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഒരു ഡ്രൈവറിനൊരു ട്രിപ്പ് പോവും, അവർക്കൊരു സഹായമാവും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ഉണ്ട്, നോർത്ത് പറവൂരുണ്ട്. സമയം 4:25 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു 5 മണി വരെയൊക്കെ ഇവിടെ നിന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പതുക്കെ ഇങ്ങനെ എടപ്പള്ളി ഭാഗത്തേക്ക് ഇങ്ങനെ പോയോക്കാം. നല്ല ബ്ലോക്ക് ഉണ്ട്. നമുക്കൊരു 160 രൂപയുടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ച്. അപ്പോൾ പിക്കപ്പ് 500 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആളെ കാണാനില്ല. ആൾ എന്തൊക്കെയോ വിളിച്ചിട്ട് വേറെ ഏതൊക്കെയോ സ്ഥലം പറഞ്ഞു, നമുക്കറിയില്ല. ലാസ്റ്റ് ഞാൻ മറ്റേ അവരെ വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ട് അങ്ങനെ വിടിയിപ്പിച്ച്, പേഴ്സണലായിട്ട് ആ ലൊക്കേഷൻ വിടിയിപ്പിച്ച്. അപ്പോൾ 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. എനിക്കൊന്നിനും വേറെ ആരോ ആണ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കോൾ പ്രീതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, മറ്റേ മെസ്സേജ് അയക്കുന്ന രീതിയിൽ. ഏതായാലും ആളടുത്തേക്ക് ചെന്ന് നോക്കട്ടെ. ഇനി 950 മീറ്ററും കൂടി ഉണ്ട്. കറക്റ്റ് സ്ഥലം തന്നെയാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 കിലോമീറ്റർ ആണ് ഇപ്പോൾ അവിടേക്കുള്ള ദൂരം കാണിക്കുന്നത്. 160 രൂപയുടെ ട്രിപ്പാണ്. ഞാൻ കണക്കൂട്ടുമ്പോൾ 22 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ പോവാണ്. ചില ട്രിപ്പുകൾ നമ്മൾ 2-3 കിലോമീറ്ററുകൾ നമ്മൾ പിക്ക് ചെയ്യാറുണ്ടല്ലോ, അത് വെച്ചിട്ട് അങ്ങ് പോവാ. അവര് വിളിക്കുന്നുണ്ട്. ഗേയ്സ്, നമ്മൾ ചെറായി ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറായി ബീച്ചിക്ക് ട്രിപ്പ് ഇട്ട്. ഞാൻ നേരത്തെ ചെറായിക്ക് പോന്നാലോ എന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് കിട്ടിയ ട്രിപ്പ് നമ്മൾ വീണ്ടും പോയതുകൊണ്ട് നമുക്ക് കിട്ടി 181 രൂപയുടെ ട്രിപ്പായിരുന്നു. 181 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 പേരുണ്ടായിരുന്നു. ഒരാളത്തെ സ്കൂട്ടി. ഞാൻ പറഞ്ഞ 5 പേരാണോ ചോദിച്ചു. അല്ല, ഒരാൾ 2 വീലറിൽ വരും എന്ന് പറഞ്ഞ്. പിന്നെ ഇവരെല്ലാവരും 90s കിഡ്സ്, അടിപൊളി ഹാപ്പി ആയിട്ട് മറ്റേ ടൂറിന് ഇറങ്ങിക്കാണ്. ചിലവരൊക്കെ മക്കൾ വിളിക്കുന്നുണ്ട്, അമ്മ എപ്പോൾ വരും, എന്താ ചോറിന് കൂട്ടാന്, അങ്ങനെയൊക്കെ. ഇപ്പോഴും ടൂറും കാര്യങ്ങളൊക്കെ അതിൽ അടിച്ചു പൊളിക്കാം. അപ്പം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോങ്ങനെ വിചാരിക്കണ്ടാവൂലേ ഈ മൂദേവി ആൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഒരു ട്രിപ്പ് ലീവ് കിട്ടുമ്പോൾ ഇറങ്ങുന്നതാണ്. ഇതൊക്കെയല്ലേ ഞങ്ങളിൽ എൻജോയ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നടക്കാം. 1800 രൂപക്ക് ഊബറിൽ ഓടിയിട്ടുണ്ട്. റാപ്പിഡോ നമ്മൾ രാവിലെ ഒരു 200 രൂപയുടെ ട്രിപ്പ് എടുത്തിട്ടുണ്ടോന്നു. അങ്ങനെ 2000 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിർത്തും. പിന്നെ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം 5:15 ടൗണിൽ നല്ല ബ്ലോക്കുള്ള സമയമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇവിടുന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ട്രിപ്പുകളായിരിക്കും അടിക്കാം. ഒന്നല്ലെങ്കിൽ എറണാകുളം സൈഡ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ടിലൊക്കെ അടിക്കും. അവിടെ കുറെ ആൾക്കാർ റൂമൊക്കെ എടുത്ത് നിൽക്കുന്നവരുണ്ടാവും. ഏതായാലും ഊബർ ഓഫ്ലൈൻ ആക്കുന്നില്ല. നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ആക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് ഓടും. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഭാഗ്യത്തിന് നമുക്ക് ഇടച്ചിറക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 564. ചിലപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്തിട്ട് പോവും. എന്താ ഇത് നോക്കി നോക്കട്ടെ, കസ്റ്റമർ എങ്ങനെ ഒത്തു പോവെന്ന് നോക്കട്ടെ. കാല് പോകുന്നില്ലാറെ നല്ലതല്ലേ. എന്തായാലും ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. 564 രൂപയുടെ ഒരു ട്രിപ്പ് എടുത്തുകൊണ്ട് പോകാമല്ലോ, മറ്റേത് കാല് പോകണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മൾ 7:46 ആയപ്പോൾ വർക്ക് നിർത്തിയിട്ടുണ്ട്, റൂമിലെത്തിയിട്ടുണ്ട്. അത് ആ ട്രിപ്പ് കറക്റ്റ് അടച്ചിറ ജംഗ്ഷനിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോന്നു.
7:47 ആയിട്ടുണ്ട്. ഊബറിൽ 2290 രൂപക്കാണ് ഓടിയത്. 537 രൂപയായിരുന്നു ഈ ട്രിപ്പിന്റെ ഫെയർ ഉണ്ടായിരുന്നത്. ഒരു 4 ബംഗാളികളായിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. പാട്ടൊക്കെ ഇട്ട് യൂട്യൂബിൽ പാട്ടൊക്കെ ഇട്ട് ചില്ലടിച്ച് പോന്നു. റാപ്പിഡോയില് 212 രൂപക്കും ഏൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.